കർണാടകയിലേക്കാണ്. അവിടെ വലിയ രാഷ്ട്രീയ വിവാദം കൊടുമ്പിരി കൊള്ളുകയാണ്. വലിയ വെട്ടിലാക്കി BJP നേതൃത്വത്തെ ഇന്ത്യയെ സഖ്യത്തെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ സെക്സ് ടേപ്പ് വിവാദം ഉയരുന്നത്. വലിയ ചർച്ചയാണ് ഈ വിഷയം. അജിംസിത് ഏത് തരത്തിലാണ് അവിടുത്തെ രാഷ്ട്രീയഗതിയെ ബാധിക്കുക ഈ വിവാദം? ഈ വിവാദം യഥാർത്ഥത്തിൽ BJPക്ക് പറ്റിയൊരു പിഴവാണ്. അതിൻ്റെ കാരണം 2023 ജൂണിൽ തന്നെ ഈ വീഡിയോസ് ലീക്കായിട്ടുണ്ട്. ഒരു വർഷം മുമ്പേ ലീക്കായിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ ഇത് ലീക്കാവുകയും ഇങ്ങനെ കുറേയധികം വീഡിയോസ് ഉണ്ട് എന്ന് പുറത്തറിയുകയും ചെയ്തതാണ്. അത് അവിടുത്തെ BJP നേതൃത്വത്തിന് തന്നെ അറിയാമായിരുന്നു. അപ്പോൾ 2023 ജൂൺ എന്ന് പറഞ്ഞാൽ കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്ന് 2-3 മാസത്തിന് ശേഷമാണ്. അപ്പോൾ ഇങ്ങനൊരു സംഭവം അറിഞ്ഞ് BJP നേതൃത്വം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ വിഷയത്തെക്കുറിച്ച് മൗനം പാലിച്ചു. അവരതിനെക്കുറിച്ച് മിണ്ടിയില്ല. ആ സമയത്ത് ഈ ജൂൺ മാസത്തിൽ തന്നെ ഈ പ്രജ്വൽ രേവണ്ണ കോടതിയിൽ പോയിട്ട് എൻ്റെ കുറേ പ്രൈവറ്റ് വീഡിയോസ് ഫേക്ക് ആൻഡ് എന്താണ് മോർഫ് ചെയ്താണ് എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോയിട്ട് ഒരു ഗാഗ് ഓർഡർ വാങ്ങി. മാധ്യമങ്ങൾ അത് പ്രസിദ്ധീകരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഗാഗ് ഓർഡർ വാങ്ങുന്നു. ഇത് പരസ്യമായല്ലോ. അയാൾ കോടതിയിൽ പോവുക, അത് വാർത്തയാവുക എന്ന് പറഞ്ഞാൽ തന്നെ അത് പരസ്യമായ കാര്യമാണ്, പുതിയ കാര്യമൊന്നുമല്ല. പക്ഷെ BJP നേതൃത്വം ആ സമയത്ത് അതിനെപ്പറ്റി ഒന്നും മിണ്ടിയില്ല. അവർ JDS അതിനെക്കുറിച്ചൊന്നും മിണ്ടിയില്ല, കോൺഗ്രസും മിണ്ടിയില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, കോൺഗ്രസ് അതൊരു രാഷ്ട്രീയ ആരോപണമായിട്ട് 2021 ഉപയോഗിച്ചിട്ടേ ഇല്ല. ഡിസംബർ മാസത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സഖ്യ സാധ്യതകളെ കൂടെ ചർച്ച വരികയാണ്. അപ്പോൾ JDS ആരുടെ കൂടെ പോകും, അപ്പോൾ JDS NDAയിൽ ചേരാൻ പോവുകയാണ് എന്ന വാർത്ത വരുന്നു. ഉടൻ തന്നെ ഈ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അമിത്ഷായ്ക്ക് ഒരു കത്ത് എഴുതുന്നു. ആ കത്തൊക്കെ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. ആ കത്തിൽ പറയുന്നത് JDS എന്ന പാർട്ടി ഒരു കുടുംബ പാർട്ടിയാണ്. അതിൻ്റെ നേതാക്കളൊക്കെ ഈ HD ദേവഗൌഡയുടെ ഫാമിലി ട്രീയിൽ വരുന്ന ആളുകൾ മാത്രമാണ് അതിൽ നേതാക്കളുള്ളത്. അതൊരു ഒരു BJP സ്ഥിരം കോൺഗ്രസിനെ വിമർശിക്കാൻ വിനിയോഗിക്കുന്നത് അങ്ങനെയാണല്ലോ, കുടുംബാധിപത്യം, കുടുംബവാഴ്ച എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റിയ പാർട്ടിയല്ല, നമുക്ക് യോജിക്കാൻ പറ്റിയ പാർട്ടിയല്ല ഇത്. അത് മാത്രമല്ല, ഈ പ്രജ്വൽ രേവണ്ണയും അദ്ദേഹത്തിൻ്റെ അച്ഛൻ HD രേവണ്ണയും തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം, റേപ്പ് തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നിരന്തരം ഏർപ്പെടുന്ന ആളുകളാണ്. എന്നു മാത്രമല്ല, പ്രജ്വൽ രേവണ്ണയുടേതായ ഒരു 13,000 വീഡിയോ ക്ലിപ്പുകൾ, അദ്ദേഹം 100-200 സ്ത്രീകളെ പീഡിപ്പിച്ച് അതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രജ്വൽ രേവണ്ണ ഒരു സൈക്കോപാത്താണ് എന്നാണ് ആ ലെറ്ററിൽ പറയുന്നത്. ഒരു സൈക്കോപാത്താണ്, നിരവധി സ്ത്രീകളെ റേപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ്, അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സൈക്കോപാത്താണ് എന്ന് BJPയുടെ കർണാടക സംസ്ഥാന അധ്യക്ഷൻ അമിത്ഷായി കത്തെഴുതി. അപ്പം അങ്ങനെ ഒരു കത്ത് അമിത്ഷായുടെ കയ്യിലെത്തിയിട്ടുണ്ട്. ആ കത്ത് ലീക്കായിട്ടുണ്ട്. എന്നിട്ടും ആ ഡിസംബർ മാസത്തിൽ അങ്ങനെ ഒരു കത്ത് ചെന്നിട്ടും JDSുമായി സഖ്യം തുടരാനോ പ്രജ്വൽ രേവണ്ണയ്ക്ക് സീറ്റ് കൊടുക്കാനോ പ്രജ്വൽ രേവണ്ണയ്ക്ക് വേണ്ടി നരേന്ദ്രമോദി വന്ന് റാലി നടത്തി ഇദ്ദേഹത്തെ ജയിപ്പിക്കണമെന്ന് പറയാനോ ഒരു തരത്തിലുള്ള ഉളുപ്പും BJPക്ക് ഉണ്ടായില്ല. അവരെന്താണ് അപ്പോൾ വിചാരിച്ചത്, ഇതൊന്നും പ്രശ്നമല്ല, കർണാടകയല്ലേ, അതൊന്നും കുഴപ്പമില്ല, ഇത്തരം കാര്യങ്ങളൊന്നും ആരും ഇതാകും. പക്ഷേ 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അത് ഹാസനിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണിത് വലിയ വാർത്തയായി മാറുന്നത്. ഹാസനിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ ഈ വീഡിയോസ് ഫ്ലോട്ട് ചെയ്തു. 2ാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴേക്കും ഇത് വലിയ വിവാദമായി മാറുകയും ഒരു തരത്തിൽ ന്യായീകരിക്കാൻ കഴിയില്ല. BJPക്ക് ഒരു തരത്തിലും അത് ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം ഇദ്ദേഹം തന്നെ മുങ്ങി, ഈ പ്രജ്വൽ രേവണ്ണ തന്നെ ജർമ്മനിയിലേക്ക് മുങ്ങി. ഒരു തരത്തിൽ ന്യായീകരിക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നു. ദേശീയ വനിതാ കമ്മീഷൻ കർണാടക DGPയോട് റിപ്പോർട്ട് തേടുന്നു, കേസെടുക്കാൻ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് HD രേവണ്ണയ്ക്കെതിരെയും പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെയും. അതിലേറ്റവും ക്രൂരമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതിൻ്റെ കുറേ ഡീറ്റെയിൽസ് പുറത്തു വരുന്നുണ്ട്. ഈ പ്രജ്വൽ രേവണ്ണ HD രേവണ്ണയെ റേപ്പ് ചെയ്യുന്ന സ്ത്രീകൾ, അവരുടെ ഈ വേലക്കാരികൾ, അവരുടെ വീടുകളിലെ വേലക്കാരികൾ, അവരുടെ പാർട്ടി വർക്കേഴ്സൊക്കെയാണ്. അതിൽ 47 വയസ്സുള്ള സ്ത്രീയാണ് ഇപ്പോൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ളത്. എന്നെയും എൻ്റെ മകളെയും റേപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഫ്ലോട്ടായപ്പോൾ അവർ കംപ്ലയിൻറ്റ് കൊടുത്താണ്. അതിലേറ്റവും ഈ സങ്കടം എന്ന് പറഞ്ഞാൽ 68 വയസ്സായ ഒരു വൃദ്ധ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, ഇയാൾ ഉപദ്രവിക്കാൻ പോലും പറയുന്നുണ്ട്, മോനെ നിൻ്റെ അച്ഛനും നിൻ്റെ അച്ഛൻ്റെ അച്ഛനും കൊണ്ട് അച്ഛൻ്റെ അച്ഛനൊക്കെ ഞാൻ ചോറ് വാരി കൊടുത്തിട്ടുള്ളതാണ്, ഭക്ഷണം വിളമ്പി കൊടുത്തിട്ടുള്ളതാണ്, ഞാൻ ഇവിടുത്തെ അത്ര വർഷമായിട്ട് ഞാൻ ഇവിടുത്തെ വേലക്കാരാണ്, ഞാൻ ഉപദ്രവിക്കുന്നതുകൊണ്ട് കരഞ്ഞ് കാല് പിടിക്കാൻ മുത്തശ്ശി, 68 വയസ്സുള്ളൊരു മുത്തശ്ശി. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തുമാത്രം ഒരു സൈക്കോപാത്താണ് കാണുമെന്ന് വിചാരിച്ചു നോക്കുക. അപ്പോൾ അത്തരം ഡീറ്റെയിൽസ് കൂടി പുറത്തു വരികയാണ്. ഇനി കർണാടകയിൽ BJP എന്ത് ചെയ്യും എന്നുള്ളത് വളരെ വളരെ ദുർഘടമായൊരു സിറ്റുവേഷനാണ് അവരെ സംബന്ധിച്ചുള്ളത്. ഇപ്പോൾ 2ാം ഘട്ടത്തിലേക്ക് പോകുന്നു. 2ാം ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട സീറ്റുകൾ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ ഹാസനിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു സംഭവം. ഇപ്പോൾ ഈ വീഡിയോ ലീക്കായാൽ തന്നെ പ്രജ്വൽ രേവണ്ണയെ ഒഴിവാക്കി നിർത്തിയ ആളെ കേസെടുക്കാൻ എന്തോ ആവശ്യപ്പെടുക, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് തന്നെ ഹാസനിൽ മാത്രം ബാധിക്കാവുന്നൊരു സംഭവം കർണാടക സ്റ്റേറ്റ് മുഴുവൻ ബാധിക്കുന്ന ഒരു വലിയ വിഷയം. കർണാടക സ്റ്റേറ്റ് മാത്രമല്ല, ഇത് നോർത്ത് ഇന്ത്യയിൽ കൂടി
ഇനി വരാൻ പോകുന്ന എല്ലാ ഘട്ട തെരഞ്ഞെടുപ്പുകളിലും നോർത്ത് ഇന്ത്യയിൽ വലിയ പ്രചാരണായുധമാക്കി ഇന്ത്യ മുന്നണി മാറ്റും. പക്ഷേ ഇതിലൊരു ഒരു രാഷ്ട്രീയ ദുഷ്ടലാക്കുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഇപ്പോൾ അമിത്ഷാ ആരോപിച്ചത് കോൺഗ്രസ് സർക്കാരില്ലേ അവിടെ അവർക്ക് കേസെടുത്തുകൂടായിരുന്നാണ്. ആരും കംപ്ലൈൻറ്റ് കൊടുത്തിട്ടില്ല, ആരുടെയും പരാതി ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്നുള്ള സർക്കാർ ശ്രദ്ധപ്പെടുന്നില്ലല്ലോ. പക്ഷേ ഇത് അറിയാമായിരുന്ന ആരാണ്? BJP സംസ്ഥാന നേതൃത്വത്തിന് അറിയാമായിരുന്നു, അമിത്ഷായ്ക്ക് അറിയാമായിരുന്നു. കഴിഞ്ഞ വർഷം തന്നെ അവരാരും ഇത് കേസ് കൊടുത്തിട്ടില്ല. കോൺഗ്രസിന് മുമ്പിൽ പരാതി വന്നപ്പോൾ അവർ കേസെടുത്തു. പക്ഷേ ഇതിലൊരു രാഷ്ട്രീയ ദുഷ്ടലാക്ക് എന്താണെന്ന് വെച്ചാൽ ഈ സാധനത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഡിവിഡൻഡ് കിട്ടണം എന്ന് കോൺഗ്രസ് ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കണം. കാരണം ഇത് ഹാസനിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു സാധനത്തെ വലിയ തോതിൽ ഫ്ലയർ അപ്പ് ചെയ്തിട്ടുണ്ട്. അത് അവർ ബോധപൂർവം ചെയ്താണോ, DK ശിവകുമാറിൻ്റെ ബുദ്ധിയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ സ്വാഭാവികമായും ഒരു MP സ്ഥാനത്ത് മത്സരിക്കുന്ന ഒരാൾക്കെതിരെ ഉയർന്ന ഒരു സാധനം വളരെ പെട്ടെന്ന് പ്രചരിച്ചു. അതിൽ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ 2019 പോലെയല്ല, ഈ തെരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങൾ, നമ്മൾ എപ്പോഴും ഈ ഷോയിൽ തന്നെ നമ്മൾ നിരന്തരം ക്രിട്ടിസൈസ് ചെയ്യാറുള്ള ഗോദി മീഡിയ എന്ന് പറയുന്ന മാധ്യമങ്ങൾ ഈ രണ്ട് കാര്യങ്ങളിൽ ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന്, കോൺഗ്രസ് മാനിഫെസ്റ്റോയെ മുന്നിൽ നിർത്തി നരേന്ദ്രമോദി കമ്മ്യൂണൽ പോളറൈസേഷന് ശ്രമിക്കുകയും ഹെയ്റ്റ് സ്പീച്ച് നടത്തുകയും ചെയ്തത് അത് ഹെയ്റ്റ് സ്പീച്ച് തന്നെയാണ് എന്ന് നട്ടലോടെ നിവർന്ന് പറയാൻ ചില ഗോദി മീഡിയകളെങ്കിലും ശ്രമിക്കുന്നുണ്ട്. ഒരു കാര്യം. രണ്ട്, പ്രജ്വൽ രേവണ്ണയുടെ വാർത്ത. സാധാരണ പ്രജ്വൽ രേവണ്ണയുടെ വാർത്ത, അങ്ങനെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ നമ്മളൊരു 2-3 വർഷം മുമ്പൊക്കെയാണ് അതൊന്നും നാഷണൽ മീഡിയയിൽ വാർത്ത പോലും ആവില്ല. പക്ഷെ അത് വാർത്ത ചെയ്യുന്നുണ്ട്, വാർത്ത കൊടുക്കുന്നുണ്ട്, അതിൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്നുള്ളത് ചെറിയ കാര്യമല്ല. പക്ഷേ അത് അന്തിച്ചർച്ചയൊന്നും ചെയ്യുന്നില്ല എന്നത് വേറെ കാര്യം. അത്രയൊന്നും ഗോദി മീഡിയ നന്നായിട്ടില്ല എങ്കിൽ പോലും അത് വാർത്തയാവുന്നുണ്ട്. ഇതൊക്കെ BJPക്ക് കർണാടകയിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും വലിയ തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. സാജിംസ് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇത്തരം സാമൂഹ്യ വിരുദ്ധരായ മനുഷ്യരൊക്കെ ഇപ്പം നിലവിലെ അസലെ MP ആണ്, സിറ്റിംഗ് MP ആണ് ഇയാൾ. അപ്പോൾ അങ്ങനെ ഒരു സാമൂഹ്യ അവസ്ഥ കൂടി എന്തൊരു ദുരന്തമാണ് നമ്മൾ കാണുന്നത്. ഒന്നാമത്തെ കാര്യം, രേഷ്മ, BJPയെ സംബന്ധിച്ച് സ്ത്രീകളെ ആക്രമിക്കുന്ന ആളുകളെ രാഷ്ട്രീയത്തിൽ നകറ്റി നിർത്തുക എന്നൊരു പദ്ധതിയുള്ള പാർട്ടിയല്ല അത്. BJP കർണാടകയിൽ പ്രതീക്ഷിക്കുന്നത് നമുക്ക് ആളുകളെ മതപരമായി വിഭജിച്ചുകൊണ്ട് വിജയിക്കാം എന്നാണ്. മോദി പ്രസംഗിക്കുന്നത് എന്താണ്? മുസ്ലിങ്ങളുടെ സംവരണം പുനഃസ്ഥാപിച്ച ഈ സിദ്ധരാമയ്യ സർക്കാരിനെ തോൽപ്പിക്കേണ്ട എന്നാണ് ചോദിക്കുന്നത്. അവിടെ ഒരു പെൺകുട്ടി മിസ്സായ സംഭവം, കൊല്ലപ്പെട്ട സംഭവം ലവ് ജിഹാദാണ്. ഇത് തന്നെ നിരന്തരം പ്രസംഗിച്ച ആളുകളെ ഇതിലൂടെ ഇങ്ങനെ വിഭജിപ്പിക്കാം, എന്നിട്ട് ജയിക്കാം. അതിന് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ സ്ത്രീ പീഡകരാണോ, പ്രായമുള്ള ആളുകളെ പീഡിപ്പിക്കുന്നവരാണോ, അത് അവരുടെ വിഷയമല്ല. നമുക്ക് ഈ കായിക താരങ്ങളുമായി ബന്ധപ്പെട്ട വിവാദം അറിയാമല്ലോ. അതിനകത്ത് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് എന്ന് പറയുന്ന ആളെ എന്തുമാത്രമാണ് BJP സംരക്ഷിച്ചതെന്ന് നമുക്കറിയാമല്ലോ. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് സംസ്ഥാന നിയമസഭകളിലെയും പാർലമെൻറ്റിലെ ഇരുസഭകളിലെയും കണക്കെടുത്താൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം നടത്തിയ ആളുകൾക്ക് മത്സരിക്കാൻ ടിക്കറ്റ് കൊടുത്ത് അവരെ വിജയിപ്പിച്ച് അവരെ സഭകളിൽ എത്തിച്ച ഏറ്റവും വലിയ പാർട്ടി BJP ആണ്. BJPക്ക് ഒരിക്കലും സ്ത്രീകൾക്കെതിരായ അതിക്രമം നടത്തി എന്നത് ഒരാൾക്ക് ടിക്കറ്റ് കൊടുക്കാൻ, ഒരാളെ മത്സരിപ്പിക്കാൻ, ഒരാളെ പ്രധാന ചുമതലയിലെത്തിക്കാൻ ഒരു തടസ്സവുമല്ല. അവരുടെ മാനദണ്ഡത്തിനകത്ത് അത് സംഗതിയെ വരുന്നില്ല. അതുകൊണ്ടാണ് നേരത്തെ അജിംസ് പറഞ്ഞ പോലെ നേരത്തെ ഒരിക്കൽ ഉയർന്നു വന്ന ഒന്ന്, ഇതേ സമാനമായ സംഗതി വരുന്ന ഒന്നും അന്ന് അയാൾക്കിത് മോർഫിംഗ് സാധനമാണെന്ന് പറഞ്ഞ് കോടതി ഇപ്പോൾ ഇത് വാങ്ങിച്ച് മാധ്യമ റിപ്പോർട്ടുകളെല്ലാം പിൻവലിപ്പിക്കാനും ആരോപണം ഒഴിവാക്കാനും പറ്റി. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ ദേവരാജ ഗൗഡ, ഇവന്മാരെ കൂടെ കൂട്ടരുത്, ഇത് അബദ്ധമാണ്, ഇയാൾക്കെതിരെ പലതരത്തിലുള്ള അലിഗേഷനുണ്ട്, ഇതൊരു കുടുംബ പാർട്ടിയാണ്, നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ടും കൂടെ ചേർത്തല്ലോ. അതൊരു അബദ്ധമൊന്നുമല്ല BJPയെ സംബന്ധിച്ച്. BJP അത് നമുക്ക് വിഷയമാവില്ല, അതിനപ്പുറം പോയി കളയാനുള്ള സാധനം നമ്മുടെ ഉള്ള ഓവർ കോൺഫിഡൻസിൻ്റെ പ്രശ്നമാണ്. ഓൾറെഡി കർണാടകയിൽ BJP എപ്പോഴും വിചാരിക്കുന്നത് കർണാടകയിൽ ഇപ്പോൾ കോൺഗ്രസ് കുറേ സീറ്റ് നിയമസഭയിൽ ഉണ്ടാക്കിയാലും ലോക്സഭയിലേക്കുള്ള വോട്ടിംഗ് പാറ്റേൺ വേറെയാണ്. നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള വലിയ വേവ് വരുമ്പോൾ കർണാടകയിൽ വന്ന് ആഞ്ഞടിക്കുന്നതാണ്. പക്ഷേ ഇത്തവണ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എന്താണ്? ഓൾറെഡി ഒരു പുതിയ സർക്കാർ വന്നു, ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്ന സംഗതി അവിടെ ഇല്ല. പുതിയ സർക്കാർ ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. അവർ പ്രഖ്യാപിച്ച എല്ലാ ജനപ്രിയ ജനക്ഷേമ പദ്ധതികളും അവർ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർക്കൊക്കെ ഈ വെൽഫെയർ സ്കീമുകൾ നടപ്പിലാക്കിയതിൻ്റെ പേരിൽ സർക്കാരിനെ കുറിച്ച് നല്ല മതിപ്പാണ് എന്നത് ഓർക്കുക. വേറൊന്ന്, നമ്മുടെ ഈ വരൾച്ചാ ദുരിതാശ്വാസം തടഞ്ഞു വെച്ചിരിക്കുകയാണ്, നമുക്ക് കാലിക്കുടം മാത്രമാണ് കേന്ദ്രം തരുന്നതെന്ന ക്യാമ്പയിൻ വളരെ ഫലപ്രദമായിട്ട് അവരവിടെ നടപ്പിലാക്കുന്നുണ്ട്. അതിന് കൗണ്ടറില്ല. അതിൻ്റെ ഏക കൗണ്ടർ എന്താണ്? JDSൻ്റെ കുമാരസ്വാമി ജയിച്ച അയാൾ കേന്ദ്രമന്ത്രിയാണ്. തൃശ്ശൂരിലും നമ്മൾ തിരുവനന്തപുരത്ത് കാണുന്ന പോലെ ഒരു കേന്ദ്രമന്ത്രിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നുള്ളതല്ല, വേറൊരു കൗണ്ടർ അവിടെ ഇല്ല. അപ്പോൾ ഒരർത്ഥത്തിൽ BJP കഴിഞ്ഞ തവണത്തേക്കാളും പ്രയാസത്തെ അവിടെ നേരിടുന്നുണ്ട്. കർണാടകയിലുള്ള വിവേചനം അവർക്ക് നന്നായി ക്യാമ്പയിൻ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പറയുന്ന സമുദായ സമവാക്യം വളരെ ക്ലിയറായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കോൺഗ്രസിന് പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി കുറച്ച് ഡിഫൻസിലായിട്ടുള്ള BJPയെ സംബന്ധിച്ച് ഇത് എല്ലായിടത്തും പ്രസംഗിക്കുന്ന ഒരു സാധനമുള്ളത് നാരി ശക്തി നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ ഈ 100 കണക്കിന് വനിതകളുടെ വിലാപ വീഡിയോ എടുത്ത് വെച്ചിട്ട് അപ്പുറത്തോട് ചോദിക്കുമല്ലോ, ഇതാണോ നാരീശക്തി? ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങളിങ്ങനെ കൂടെ കൂട്ടിയെന്ന്. BJPക്ക് ഒരു പ്രതിരോധവും ഇല്ലാത്തൊരു സാധനമാണിത്. കോൺഗ്രസ് കേസെടുക്കുന്നില്ല എന്നാണ്. കോൺഗ്രസ് ഓൾറെഡി ഗവൺമെൻറ് അവിടെ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. 15 ദിവസത്തിനകത്ത് റിപ്പോർട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇയാളെ ഫ്രാങ്ക്ഫർട്ടിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള വലിയ ശ്രമം
അവിടുത്തെ സ്റ്റേറ്റ് പോലീസ് നടത്തുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് ശരിയാണ്, കർണാടകയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒന്നല്ല. ഇത് മൂടി വയ്ക്കാനുള്ള ശ്രമം ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും ഉപയോഗപ്പെടുത്തുകയോ വാർത്തയാക്കുകയോ റിപ്പോർട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. BJP സഖ്യത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചടി കർണാടക പുറത്തു ഉണ്ടാക്കാൻ പോകുന്ന കാര്യത്തിൽ തർക്കമില്ല. ശരിയാണ്, തീർച്ചയായും അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ പോകുന്നു അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു.